വിയറ്റ്നാമിൽ അമേരിക്കക്കുണ്ടായ പരാജയത്തിനേക്കാൾ കൈപ്പേറിയതായിരിക്കും ഇറാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ എന്നുള്ള ഒരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട്. 1965 വിയറ്റ്നാം വിഷയത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടുന്നത്. അതിനിടയിലൊക്കെ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും 1965 അമേരിക്ക സൈനികമായിട്ട് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. 1959 ആഭ്യന്തര കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ സങ്കീർണമായത്. ആ വിഷയത്തിൽ അമേരിക്ക ഇടപെടരുത് എന്നുള്ള പല നിർദ്ദേശങ്ങളും കിട്ടിയിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക അതിൽ ഇടപെട്ടു. 4 ലക്ഷം അമേരിക്കൻ സൈനികരെങ്കിലും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ 20 വർഷത്തോളം നീണ്ടു നിന്നതായിരുന്നു വിയറ്റ്നാമിലെ ആഭ്യന്തര സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും ഈ അമേരിക്കയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും. ഏകദേശം 20 ലക്ഷം മനുഷ്യരെങ്കിലും മരിച്ചിരിക്കുന്നു ആ യുദ്ധത്തിലെന്നും 58,000-നും 65,000-നും ഇടയിൽ അതിൽ അമേരിക്കൻ സൈനികരായിരിക്കുന്നു എന്ന റിപ്പോർട്ടും പിന്നീട് പുറത്തു വന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പരാജയം വിയറ്റ്നാമിൽ അമേരിക്ക നേരിടേണ്ടി വന്നു എന്നുള്ളതും അതിനേക്കാൾ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. 1975 ഏപ്രിൽ 29 അമേരിക്കൻ സൈന്യം പിന്മാറ്റം തുടങ്ങി. അതേ മാസം ഏപ്രിൽ 30 ഹോച്ചിമിൻ സ്വപ്നം കണ്ട ഏകീകൃത വിയറ്റ്നാമിന്റെ പ്രഖ്യാപനം, അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായി. എന്ത് നേടി എന്ന ചോദ്യത്തിന് ഒരുപാട് സൈനികരെ നഷ്ടപ്പെടുത്തിയും വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്കക്ക് ഉണ്ടാക്കുകയും ചെയ്തു എന്നല്ലാതെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു നേട്ടമൊന്നും ഈ വിയറ്റ്നാം യുദ്ധവുമായിട്ട് അമേരിക്കക്ക് ഉണ്ടായിട്ടില്ല എന്ന് പിൽക്കാല ചരിത്രം രേഖപ്പെടുത്തുന്നു. രാസായുധം, കീടനാശിനി പ്രയോഗം ഇവയെല്ലാം വ്യത്യസ്ത മേഖലയിലൊക്കെ ഉപയോഗിച്ചു. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖല തകർത്തു. അവിടെയുള്ള ആളുകളെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തി. $1 ട്രില്യൺ സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്ന വിവരങ്ങളും അതോട് അനുബന്ധിച്ച് പുറത്തു വന്നാണ്. പറയുന്ന സമയത്ത് US വിയറ്റ്നാമിൽ 60 ലക്ഷം ടണ്ണ് ആയുധങ്ങൾ, അതായത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ മൊത്തം ഉപയോഗിച്ചത് 21 ലക്ഷം ടണ്ണാണ്. എന്നാൽ വിയറ്റ്നാം യുദ്ധത്തിൽ മാത്രം അമേരിക്ക ഉപയോഗിച്ചത് 60 ലക്ഷം ടണ്ണാണ്. എന്നിട്ടും അവർക്ക് വിജയിക്കാനോ അതിജീവിക്കാനോ സാധിച്ചിട്ടില്ല. അന്നത്തെ US പ്രസിഡന്റ് ഐസൺ ഓവറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു വിയറ്റ്നാം യുദ്ധം എന്ന് പിൽക്കാലത്ത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അറിയപ്പെടുകയും ചെയ്തു. എന്താണ് നേടിയത് എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള അപമാനവും വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക നഷ്ടവും വിയറ്റ്നാമിലുണ്ടായി. ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും പതുങ്ങിയും വിയറ്റ്നാമിലെ ജനങ്ങളും സൈനികരും കൂട്ടത്തോടുകൂടി അമേരിക്കയെ ആക്രമിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെയാണ് ലോകത്ത് ഭൂമിക്കടിയിൽ നിന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കിയുള്ള ഒരു ആക്രമണത്തെ അമേരിക്ക കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മളിപ്പോ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തുരങ്കത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തിന് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആരംഭം കുറിക്കപ്പെട്ടത് ഏകദേശം 1965 കാലഘട്ടത്തിൽ വിയറ്റ്നാമിൽ നിന്നാണ് ഇതിന്റെ ആരംഭം കുറിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വിഷയം പറയാനുള്ള കാര്യം, ഇറാനിലേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഇതിനേക്കാൾ കനത്ത രീതിയിലുള്ള പ്രത്യാഘാതമായിരിക്കും അമേരിക്കക്ക് നേരിടേണ്ടി വരിക. കാര്യം എന്ന് പറയുന്നത്, വിയറ്റ്നാം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ സൈനികപരമായി പരസ്യമായിട്ട് സഹായിച്ചിട്ടില്ല എന്ന് അന്ന് തന്നെ വിമർശനം വന്നതാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യമായി സഹായിക്കാൻ തന്നെ പല രാജ്യങ്ങൾ മുന്നോട്ട് വന്നു എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വിയറ്റ്നാമിൽ സംഭവിച്ചിരിക്കുന്ന, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അപമാനങ്ങളും പിൽക്കാലത്ത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്ന് രേഖപ്പെടുത്തിയതുമായിരുന്നു വിയറ്റ്നാം യുദ്ധം. അപ്പോൾ ഓരോരോ യുദ്ധവും അവർക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അവരങ്ങനെ ഒരു ധൈര്യം കാണിക്കാറില്ല. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളെ തങ്ങളോടൊപ്പം ചേർത്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാറുള്ളത്. ഒറ്റയ്ക്ക് ചെയ്ത അമേരിക്ക ചെയ്ത പരമാവധി യുദ്ധമൊക്കെ പരാജയപ്പെട്ടതാണ്. വിയറ്റ്നാം മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ചയിൽ വന്നതാണ്. കാര്യമെന്ന് പറയുന്നത്, പെന്റഗൺ ആക്രമിച്ചതോടനുബന്ധിച്ച് അൽഖ്വയ്ദ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ സർക്കാരിനെ അമേരിക്ക അട്ടിമറിച്ചു. അവിടെ അമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സർക്കാർ അവിടെ അധികാരത്തിലേറ്റി 10-15 വർഷത്തോളം ഏകദേശം ഭരിച്ചു. പിന്നീട് അവിടെ വിഷയങ്ങളുണ്ടായി. അവർക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം തന്നെ
അഫ്ഗാനിസ്ഥാനിൽ നിലയുറപ്പിച്ചു. 1.5 ലക്ഷം അമേരിക്കൻ സൈനികരുണ്ടായിരുന്നു. പിന്നീട് അല്പാൽപമായിട്ട് പിന്നീട് 1.25 ലക്ഷമായി. അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു വർഷങ്ങളോളം യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ. എന്നാൽ ഭീകരവാദികളായിരിക്കുന്ന താലിബാൻ വിഭാഗം എന്ന് പറയുന്നവർ ഒരു മലയുടെ മറ്റേ മറുകരയിൽ എത്തിക്കൊണ്ട് സൈനികപരമായിരിക്കുന്ന പ്രാക്ടീസൊക്കെ നൽകി അല്ലെങ്കിൽ ലഭ്യമായതിനു ശേഷം വീണ്ടും നിലവിലുള്ള അഫ്ഗാന്റെ ഗവൺമെന്റ് സൈന്യത്തെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ആക്രമിക്കുന്ന സമയത്തൊക്കെ അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല എന്നുള്ളതും അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചരിത്ര രസകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടായിരിക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ പിന്തുണയുള്ള സർക്കാരിനെ താലിബാൻ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിലേറി. പരമാവധി പ്രദേശങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പിടിച്ചെടുത്തു. പിന്നീട് യഥാർത്ഥത്തിൽ കൂട്ടിൽ കുടുങ്ങിയ പോലെ അമേരിക്കൻ സൈന്യം താലിബാൻ സൈന്യത്തിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി എന്നാണ് പറയപ്പെട്ടത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഒരു വലിയൊരു പ്രതിസന്ധി അമേരിക്കക്കുണ്ടായി. അമേരിക്ക ഒറ്റക്ക് കീഴടക്കിയ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത രീതിയിൽ അമേരിക്കൻ സൈന്യം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ പ്രയാസം അനുഭവിച്ചു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് താലിബാന്റെ മേധാവികൾ അമേരിക്കയുടെ സൈന്യത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളതും അവർ അക്ഷരം പ്രതി അത് അങ്ങനെ തന്നെ അനുസരിച്ചുകൊണ്ട് ഒരുവിധ അക്രമം താലിബാന് നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അന്ന് പുറത്തു വന്നത്. പിന്നീട് ഈ അമേരിക്കൻ സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സുരക്ഷിതമായ രീതിയിൽ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങാൻ വേണ്ടി ഖത്തറിന്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥതയാണ് പിന്നീട് ഉണ്ടായത്. അത് അമേരിക്ക തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. താലിബാനുമായിട്ട് ഖത്തർ നല്ല ബന്ധമാണ് എന്നതിനാൽ താലിബാനുമായി അവർ ചർച്ച നടത്തുന്നു, അവരെ പുറത്താക്കാനുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ആ വിവരം അമേരിക്കയുമായിട്ട് പറയുന്നു. അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഏതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവരെ പുറത്താക്കിയതിന് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും അമേരിക്കയുടെ സൈന്യം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ ഖത്തറിന്റെ സഹായം തേടിക്കൊണ്ടാണ് അവരെ സുരക്ഷിത മേഖലയിലൂടെ അല്ലെങ്കിൽ സുരക്ഷിതപരമായ രീതിയിൽ അമേരിക്കയിലേക്ക് എത്തിച്ചത്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം അമേരിക്ക ഒറ്റയ്ക്ക് ഏതെങ്കിലും രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് നിലനിൽക്കാൻ സാധിക്കാത്തത് ഒരുപാട് ഉദാഹരണമാണ്. ആ ഉദാഹരണത്തിൽ ഒന്നാണ് നമ്മുടെ പറഞ്ഞ വിയറ്റ്നാം, രണ്ടാമത്തതാണ് അഫ്ഗാനിസ്ഥാൻ, മൂന്നാമത്തത് ഇപ്പൊ ഇറാനിലേക്ക് എത്തും എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ ഭയപ്പാടുണ്ട്, യുദ്ധം ഇല്ലാതാക്കണം എന്നുള്ള സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ മറ്റൊരു വിഷയം ഇവർ നേരിടുന്നത് എന്ന് പറഞ്ഞാൽ ഇറാൻ അടക്കമുള്ള അല്ലെ ഇറാൻ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇറാൻ സഹായിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തിന്റെ കൈവശത്തിൽ ഏതൊക്കെ തരത്തിൽ ആയുധങ്ങളാണ് സംവിധാനങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു രൂപം പോലും ഇസ്രായേലിനോ അമേരിക്കക്കോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ഹൂത്തി വിമതരൊക്കെ ആക്രമിക്കുന്ന സമയത്ത് അതിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി അമേരിക്കയുടെ സൈന്യത്തിനും വ്യോമസൈന്യത്തിനും ഈ കടൽ സൈന്യത്തിനും ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അവർ പറയുന്നത് നാവിക സൈന്യമാണെങ്കിലും വ്യോമസൈന്യമാണെങ്കിലും ഒക്കെ പ്രതിരോധിക്കണമെങ്കിൽ മറ്റ് ശത്രുപക്ഷത്തിന്റെ കൈവശത്തിലുള്ള ആയുധം ഏതാണ് എന്നുള്ളതും അതിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. അത് പല ഘട്ടങ്ങളിലും ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്ന കാര്യം ഇറാന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ബലം എത്ര എന്നോ അതല്ലെങ്കിൽ അതിന് ശക്തി എത്ര എന്നോ കൃത്യമായ രീതിയിൽ ഇപ്പോഴും പറയാൻ പറ്റാത്തത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ വിയറ്റ്നാമിനെ പോലെയും അഫ്ഗാനിസ്ഥാനിനെ പോലെയും ഉള്ള നാണംകെട്ട ഒരു പരാജയം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ഉണ്ടാവുമെന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ ചർച്ചയുടെ അടിസ്ഥാനത്തിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.